ഗുഡ് മോർണിംഗ്. ശിവരാത്രിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ജിമ്മ് പഠനത്തായത് കാരണം ഇന്നും അവിടെ അവധിയായിരുന്നു. അത് കാരണം ഞാൻ ചാരുമൂടുള്ള എസ്പാഡ ജിമ്മിലാണ് കേട്ടോ വർക്കൗട്ട് ചെയ്യാനായിട്ട് വന്നത്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ജിമ്മ് തന്നെയാണ്. നമ്മൾ നേരത്തെ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി മെഷീൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഞാനാണെങ്കിൽ ഇന്ന് ചെസ്റ്റും ബാക്കും ആയിരുന്നു വർക്കൗട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്തത്. നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി കേട്ടോ. ശരിക്കും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു. എനിക്ക് അതിൻ്റെ നല്ല പമ്പിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും. പിന്നെ വർക്കൗട്ട്സിനൊക്കെ ശേഷം ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് ചാരുമൂട്ടിയിൽ നിന്ന് തന്നെ മീനും ഒക്കെ വാങ്ങിയിട്ടാണ് നേരെ വീട്ടിലോട്ട് വന്നത്. വീട്ടിൽ വന്നിട്ട് അപ്പം, വെജിറ്റബിൾ കറി, എഗ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചു. അപ്പോഴത്തേക്കും കണ്ണൻ ആൻറ്റിയൊക്കെ ആയിട്ട് തിരിച്ചു വന്നു ആലപ്പുഴ പോയിട്ട്. അതായത് നമ്മുടെ കോഴിക്കൂട്ടിൽ ആ കോഴി മുട്ടയിട്ട് വെച്ചേക്കുന്നുണ്ടോ, കൂട്ടിനകത്ത് മുട്ടയിടത്തില്ല, ഇതുപോലുള്ള സൈഡിലൊക്കെ പോയി മുട്ടയിടും. പിന്നെ ആപ്പിളും മുന്തിരിയൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് അമ്മയും ഗീതമ്മയും കൊണ്ട് ഞങ്ങൾ നേരെ പടനിലത്ത് പോയി. പടനിലത്ത് ഇന്ന് അധികം രാവിലെ ആളുകളൊന്നും കാണത്തില്ല, കാളയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന കാണാലോ എന്ന് വെച്ചിട്ട് പോയതാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് കപ്പലണ്ടിയൊക്കെ മേടിച്ച് കഴിച്ചു. മാളുവിന് വന്നിട്ട് ഒരു ഐസ്ക്രീമും ഒക്കെ വാങ്ങിക്കൊടുത്തേ. അവളാണെങ്കിൽ വെയിൽ കാരണം കാറിനകത്ത് തന്നിരുന്നു. പിന്നെ അവർ വന്നപ്പോഴത്തേക്കും തിരിച്ചു നമ്മൾ വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്നിട്ട് ലഞ്ചും കാര്യങ്ങളും ഒക്കെ കഴിച്ചേ. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്തുച്ചേട്ടൻ, ചാന്ദിനി, ഇക്കു, അനീഷേട്ടൻ, അമ്മു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുമായിട്ട് ഇരുന്ന് കുറേ സമയം സംസാരിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് സംസാരവും കളികളും ചിരികളും ഒക്കെ ആയിരുന്നു. പിന്നെ അവർ പോകാനായിട്ട് ഇറങ്ങി. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് അവർ നേരെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പുറകെ കണ്ണനും ഇറങ്ങി കേട്ടോ. കണ്ണൻ 2 ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ശിവരാത്രിയൊക്കെ കൂടിയിട്ട് കണ്ണനപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ കണ്ണനും പോയി. അതിനുശേഷം പിന്നെ നേരെ അമ്മയും ഉണ്ണിയെയും അപ്പൂപ്പനെയും അച്ഛനെയൊക്കെ കൂടെ ഞാൻ അടൂര് കൊണ്ടുവിട്ടു. അവരിനി ഇവിടുന്ന് ബസ് കയറി ട്രിവാൻഡ്രം പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി. ഞങ്ങൾ രണ്ടുകൂടെ പിന്നെയും പടനിലത്ത് പോയേ. പടനിലത്ത് നമ്മൾ മാത്രമല്ല ചന്തുചേട്ടനും എല്ലാവരും ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് അനീഷേട്ടൻ്റെ ചിലവാണ്. നേരെ നമ്മൾ അടൂര് പോകാമെന്ന് വെച്ചത് കേട്ടോ. അടൂര് മന്തിക്കടയിൽ പോയിട്ട് അൽറാസിൽ കയറിയിട്ട് മന്തി അടിക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും മന്തിയും കാര്യങ്ങളും ഒക്കെ ഓർഡർ ചെയ്തിട്ട് കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ. ഇത്തിരി ലേറ്റാകും കാരണം അവിടെ നല്ല തിരക്കാണ്. അതിനുശേഷം മന്തിയും കാര്യങ്ങളൊക്കെ വന്നു. ഷവായ മന്തിയാണ് നമ്മൾ പറഞ്ഞത്. ഞാനൊരു ചെസ്റ്റ് പോർഷൻ ഷവായ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും മന്തിയും കാര്യങ്ങളും ഒക്കെ കഴിച്ചു, റൈസും ഒക്കെ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നേരത്തെ ഇവിടുന്ന് കഴിച്ചതാണല്ലോ. പിന്നെ ആരോമലുണ്ടായിരുന്നു. ആരോമൽ വാട്ടർ മെലൺ ജ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടികൾക്ക് അവിടെ കളിക്കാനുള്ള സ്പെഷ്യൽ സൈഡൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. പിന്നെ നമ്മൾ തിരിച്ചിങ്ങി പോകും. വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുക്കുന്ന മാളും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.